നമസ്കാരം, എല്ലാവർക്കും റൂബി കൺസ്ട്രക്ഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പേർക്കും വീടുണ്ട്, ഇല്ലെങ്കിൽ അനേകം പേർ വീട് വയ്ക്കുന്നതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഓരോരുത്തർക്കും വീട് വയ്ക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ നമുക്കിവിടെ കിട്ടും. ഹൗസിംഗ് ലോൺസ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, മറ്റൊരു വീട് വയ്ക്കുന്ന സമയം നമ്മൾക്ക് വീടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ വസ്തു സെയിൽ ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും രീതിയിൽ എല്ലാവരും വീട് വയ്ക്കുന്നവരാണ്. എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക പേരും വീട് വച്ചതിന് ശേഷം അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വളരെ വലുതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഡംബരത്തിന് വേണ്ടിയിട്ടും ഇല്ലാത്ത പൈസ മുടക്കിയും ലോൺ എടുത്തുമൊക്കെ പല സ്ഥലത്തു നിന്നും പൈസ സംഘടിപ്പിച്ച് വീട് വെച്ചതിന് ശേഷം പാല് കാച്ച് കഴിഞ്ഞതിന് ശേഷം സ്വപ്ന വീട് ആഗ്രഹിച്ച് വെച്ച വീട്ടിനകത്ത് സന്തോഷമായിട്ടും സമാധാനമായിട്ടും കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല. ഉറക്കമുണ്ട് എങ്കിലും ഉറങ്ങുവാൻ കഴിയാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് പല കുടുംബങ്ങളും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീട് വച്ച് കഴിഞ്ഞ് ആ വീട് നമ്മൾ എന്തിനാണ് വയ്ക്കുന്നത്? നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും സന്തോഷത്തോടും സമാധാനത്തോടും ആ വീട്ടിൽ കഴിയുന്നതിന് വേണ്ടിയിട്ടാണ്, ആ വീട്ടിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വീട് വയ്ക്കുന്നത്. എന്നാൽ പലപ്പോഴായിട്ട് ആദ്യമൊക്കെ വളരെ സന്തോഷമായിരിക്കാം. എന്നാൽ വീട് വച്ച് കഴിഞ്ഞതിനന്തരം പാല് കാച്ച് കഴിഞ്ഞതിന് ശേഷം ഈ എത്ര രൂപ കടമെടുത്ത് വീട് വയ്ക്കുന്നു, ഈ കടഭാരത്താൽ പലരും ആത്മഹത്യ ചെയ്യുന്നു. വീട് വച്ചത് ജീവിക്കുന്നതിന് വേണ്ടി, പക്ഷേ പലരും കടക്കണിയിലാണ്ട് പോയി പലരും മരിക്കുന്ന അവസ്ഥ. അപ്പോൾ തന്നെ പലർക്കും സന്തോഷമായിട്ട് ജീവിക്കാനും കഴിയുന്നില്ല. കടക്കാർ വീട്ടിൽ കയറി ഇറങ്ങുന്നു, ഒരു തവണ മുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്കുകാർ വീട്ടിൽ കയറി വരുന്നു. അപ്പോൾ നമുക്ക് സന്തോഷമില്ല, സമാധാനമില്ല. വീട്ടിൽ നല്ലൊരു കിടപ്പുമുറി, നല്ല ആഡംബരമായിട്ടുള്ള കിടപ്പുമുറി ഉണ്ടെങ്കിലും അവിടെ ഉറങ്ങുവാൻ കഴിയുന്നില്ല, സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്നില്ല. വർക്ക് ഏരിയ ഉണ്ട്, നല്ല അടിപൊളി കിച്ചനുണ്ട്, മോഡുലാർ കിച്ചൻ, വളരെ മനോഹരമായിട്ട് മോഡേൺ രീതിയിൽ ചെയ്ത കിച്ചൻ. എന്നാൽ അവിടെ നിന്ന് വളരെ മനോഹരമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് അത് കഴിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ മനുഷ്യൻ ഏതവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? ആഡംബരത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവരെ കണ്ട് വീടും വെച്ച് മനുഷ്യന് താങ്ങാവുന്നതിലധികം പൈസ ഇതിനേക്ക് വേണ്ടി മുടക്കുകയും ഒരാഴ്ചക്കാലം മുഴുവൻ വീടിന് വേണ്ടിയിട്ട് ചിലവഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ സന്തോഷം എന്തെന്ന് അറിയുവാൻ കഴിയാത്തൊരവസ്ഥ, കടക്കണിയിലേക്ക് നീണ്ടുപോകുന്ന ഒരവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കൊരു വീട് വയ്ക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വീട് വെച്ചതിന് ശേഷം അഭിമുഖീകരിക്കാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ വീട് വെച്ചതിന് ശേഷം വരുന്ന ചില കാര്യങ്ങൾ വീട് വയ്ക്കുന്നതിന് മുൻപേ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചിലർക്കെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. കൺസ്ട്രക്ഷൻപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ചാനലാണ്. അതുകൊണ്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. പണിയുടെ ഏറ്റവും അത്യന്താപേക്ഷിതവും ഏറ്റവും വലുതും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് വീടിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു വീടിൻ്റെ ബഡ്ജറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് കൂടുന്നു, വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ബഡ്ജറ്റും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ബഡ്ജറ്റ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെലവ്, നിർമ്മാണ ചിലവാണ് ആ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഘടകം. വീട് വയ്ക്കുന്ന സമയത്ത് ആദ്യം തീരുമാനിക്കേണ്ട കാര്യം എത്ര ബെഡ്റൂം വേണം, എത്ര ടോയ്ലറ്റ് വേണം, എത്രത്തോളം വലിപ്പത്തിൽ വീട് വയ്ക്കണം, 2000 സ്ക്വയർ ഫീറ്റ് ആണോ 1500 സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എത്രത്തോളം രൂപ ഇതിനു വേണ്ടി മുടക്കുവാൻ കഴിയും. വീട് വയ്ക്കുന്ന പൈസ എന്ന് പറയുന്നത് എപ്പോഴും ഡെഡ് മണിയാണ്. വസ്തു വാങ്ങുന്നത് പോലെയോ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയോ ബാങ്കിൽ കൊണ്ട് ഇടുന്നത് പോലെയോ അല്ല വീട് വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ. വീട് വയ്ക്കുന്ന പൈസ എപ്പോഴും ഡെഡ് മണിയായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ പൈസ ഉപയോഗിക്കുവാൻ കഴിയത്തില്ല. ബാങ്കിലിട്ടാലോ വസ്തു വിറ്റാലോ നമുക്കത് സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടും, അതിന് ഇൻട്രസ്റ്റ് അടക്കം നമുക്ക് തിരിച്ച് കിട്ടും. പക്ഷേ പ്രിയമുള്ളവരെ, വീട് വയ്ക്കുന്ന പൈസ ഇൻട്രസ്റ്റ് ഇല്ലാതെ വീട് വയ്ക്കുന്ന പൈസ ഡെഡ് മണിയായിട്ട് കിടക്കുന്നത് പോലെ ഓരോ വർഷവും വീടിൻ്റെ ചിലവ് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിന് ഡിപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. ഇന്ന് വെച്ച വീട് 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് 20 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീടിന് മുടക്കുന്ന പൈസ ഡെഡ് മണി ആയതുകൊണ്ട് തന്നെ ആദ്യം തീരുമാനിക്കേണ്ട കാര്യം, നമുക്കൊരുപാട് ലോൺ ഇപ്പോൾ കിട്ടും. പഴയതുപോലെയല്ല, വളരെ സിമ്പിളായിട്ട് ഹൗസിംഗ് ലോൺ നമുക്കിപ്പോൾ കിട്ടും. എല്ലാ ബാങ്കും അതിന് കൂടുതൽ ഇളവുകൾ ഓരോ വർഷം അനുവദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യർക്ക് വീട് വയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ, മനുഷ്യൻ ഓരോ ദിവസം കടക്കാരനായിക്കൊണ്ടിരിക്കുകയാണ്, മറ്റൊരു വ്യക്തിയുടെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഗവൺമെൻറ് ജോലിയുള്ളവർക്കും ബിസിനസ് പ്രൊഫഷണൽസൊക്കെ വളരെ ഈസി ആയിട്ട് ലോൺ കിട്ടാവുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, വളരെ കുറഞ്ഞ ചിലവിൽ നമ്മൾക്ക് എങ്ങനെ വീട് വയ്ക്കാം എന്നുള്ള കാര്യം ആദ്യം ചിന്തിക്കുക. ബഡ്ജറ്റാണ് വീട് പണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അപ്പോൾ വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു കാര്യമെന്ന് പറയുമ്പോൾ, ഒന്നാമതായിട്ട് നമ്മളുടെ വീടിൻ്റെ ബഡ്ജറ്റ് എത്ര രൂപയാണ് നമ്മൾ ഫിക്സ് ചെയ്തു.
ബഡ്ജറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴാണോ വീട് വയ്ക്കുന്നത്, ഇതിപ്പോൾ 2024 ആണെങ്കിൽ 2024 ചുടുകല്ലാണോ താബൂക്കാണോ തേക്ക് വേണോ ആഞ്ഞിൽ വേണോ ഒരു ധാരണയുണ്ടല്ലോ നമ്മുടെ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ മെറ്റീരിയൽസ് കൊണ്ടിട്ട് വീട് വയ്ക്കണമെന്ന്. മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി മാറുന്നതിനനുസരിച്ച് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് മാറും. തേക്ക് തടി കൊണ്ട് വയ്ക്കുമ്പോൾ റേറ്റ് കൂടും, ആഞ്ഞിലി തടിയാണ് ഉപയോഗിക്കുന്നത് റേറ്റ് കുറയും. ടൈൽസ് അതുപോലെ കൂടിയ ടൈലുമുണ്ട്, കുറഞ്ഞ ടൈലുമുണ്ട്. അപ്പോൾ തന്നെ ചുടുകല്ല് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. താബൂക്ക് ഉപയോഗിക്കണമെങ്കിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ പലതരം കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഇല്ലെങ്കിൽ വീടിൻ്റെ ക്വാളിറ്റി വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ ബഡ്ജറ്റ് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ആദ്യം ബഡ്ജറ്റ് തീരുമാനിച്ചതിന് ശേഷം വീടിൻ്റെ ക്വാളിറ്റി ഏതു തരമാണെന്ന് തീരുമാനിക്കുക. അതിനുശേഷമാണ് ഒരു എഞ്ചിനീയറിനെ വിളിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. എനിക്ക് ഇത്ര രൂപയുണ്ട്, എനിക്ക് ഇന്ന ക്വാളിറ്റിയിൽ വീട് വയ്ക്കണം എന്നുള്ള കാര്യം. അപ്പോൾ എഞ്ചിനീയർ വന്ന് ആ സ്ഥലത്തുള്ള ലോക്കൽ മാർക്കറ്റ് റേറ്റ് ഉണ്ട്, സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഏകദേശം ഒരു വീട് വെക്കണമെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു പ്രീമിയം ക്വാളിറ്റി വീട് താബൂക്കിൽ വെക്കുകയാണെങ്കിൽ ഏകദേശം സ്ക്വയർ ഫീറ്റിന് 2000 രൂപയാകും എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് 20 ലക്ഷം രൂപയാണ്. എനിക്ക് മാക്സിമം ബഡ്ജറ്റ് 20 ലക്ഷം രൂപയും എനിക്ക് എൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഒരു വീട് വെക്കുവാൻ, ഒരു സ്ക്വയർ ഫീറ്റ് വീട് വെക്കുവാൻ 2000 രൂപയാകുമെങ്കിൽ എനിക്ക് എൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് പ്രകാരം എനിക്ക് വെക്കുവാൻ കഴിയുന്ന വീട് 20 ലക്ഷം രൂപ ഡിവൈഡ് ബൈ 2000. അപ്പോൾ എനിക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അല്ല, എൻ്റെ ബഡ്ജറ്റ് വെച്ച് എൻ്റെ ഏരിയയിൽ ഞാൻ പറയുന്ന റിക്വയർമെൻറ്റ് പ്രകാരം എനിക്ക് വീട് വെച്ച് കഴിഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുവാൻ കഴിയും. അതിനുശേഷം എഞ്ചിനീയർ ഈ ഒരു കാര്യം പറയുന്നതിന് ശേഷം നമ്മുടെ റിക്വയർമെൻറ്റ് നോക്കുക. എൻ്റെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, 2 മക്കൾ. അപ്പോൾ എനിക്ക് 2 ബെഡ്റൂം വേണം. അതൊക്കെ ഈ 1000 സ്ക്വയർ ഫീറ്റിൽ വെക്കുവാൻ കഴിയും. ഇല്ലെങ്കിൽ എനിക്ക് 3 ബെഡ്റൂം വേണമെന്ന് പറഞ്ഞാൽ ആ പ്ലാനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് 3 ബെഡ്റൂമും കൊടുക്കുവാൻ പറ്റും. എന്നാൽ ഈ 1000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഒരിക്കലും കൊടുക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ് മാറി. അപ്പോൾ ഈ വസ്തുവിനനുസരിച്ച് പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ആദ്യം ബഡ്ജറ്റ് നോക്കി, പിന്നെ വീടിൻ്റെ ക്വാളിറ്റി നോക്കി, പിന്നെ വീടിന് അതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കി, ആ ലോക്കൽ മാർക്കറ്റ് റേറ്റ് നോക്കി, അതിനുശേഷം എത്ര സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ കഴിയും, പിന്നെ അവരുടെ റിക്വയർമെൻറ്റും കൂടെ പരിഗണിച്ചതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ച ശേഷം ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നത്തേൽ അവർക്ക് വളരെ ദുഃഖിക്കേണ്ടി വ്യവസ്ഥ വരത്തില്ല. വീട് പണി പകുതി വഴിയിൽ കൊണ്ടുവിടേണ്ട അവസ്ഥ വരത്തില്ല. അപ്പോൾ മാക്സിമം ബഡ്ജറ്റിനകത്ത് തന്നെ നമുക്ക് എത്ര രൂപ ബഡ്ജറ്റാണോ ആ രീതിയിൽ നമ്മുടെ റിക്വയർമെൻറ്റും കൂടെ അനുസരിച്ച് വീട് വെക്കുവാൻ കഴിയും. ഇനി 1000 സ്ക്വയർ ഫീറ്റ് അല്ല നമുക്ക് കൂടുതൽ ആണ് വെക്കേണ്ടതിരുന്നതെങ്കിൽ 20 ലക്ഷം രൂപയെ നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷേ അവരുടെ റിക്വയർമെൻറ്റ് ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണമെങ്കിൽ അവർക്കൊരു 10 ലക്ഷം രൂപയുടെ കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഈ പൈസ അവർക്ക് വേണമെങ്കിൽ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് അവർ കണ്ടുപിടിക്കുവാൻ കഴിയും. ആ 10 ലക്ഷം രൂപ അവർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ 1000 സ്ക്വയർ ഫീറ്റ് തന്നെ വീട് വയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വീട് വെച്ച് തുടങ്ങി അവസാനം വീട് പണി പകുതിയിൽ കൊണ്ടിടുന്നതിനേക്കാൾ നല്ലത് വീട് വെച്ചതിന് ശേഷം എവിടെന്നെങ്കിലും ബ്ലേഡിനും പലിശ എടുത്ത് ഈ 30 ലക്ഷം രൂപ സംഘടിപ്പിച്ച് ഈ 10 ലക്ഷം രൂപ അവസാനം അടയ്ക്കുവാൻ കഴിയാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഉള്ള ഒരു റിക്വയർമെൻറ്റിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒതുങ്ങി താമസിക്കുന്നത്. നമ്മളൊരു വീട് പണി ചെയ്ത സമയത്ത് അതിൽ നിശ്ചിതമായിട്ടുള്ളൊരു തുക ഇതിൽ എക്സ്ട്രാ എമൗണ്ടായിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യണം. ലംസം എമൗണ്ട് ആയിട്ട് ഇതിൽ ആഡ് ചെയ്യുക. ഏകദേശം 20 ലക്ഷം രൂപ വീട് വയ്ക്കുന്ന സമയത്ത് വീടിൻ്റെ എഗ്രിമെൻറ്റിൽ പറയാത്ത കാര്യമോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില അപ്രതീക്ഷിത ചിലവുകൾ നമ്മൾ വീട് പണിയിൽ കടന്നു വരാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ നമുക്കിത് അവസാന നിമിഷം നമ്മളിത് വരുമ്പോൾ ഇതെല്ലാം ഈ എക്സ്ട്രാ എമൗണ്ട് ഈ ലംസമായിട്ട് വരുന്ന ഈ മിസലേനിയസ് ചിലവുകൾ എന്ന് പറയുമ്പോൾ അവസാനം കൂട്ടി നോക്കുന്ന സമയത്ത് വളരെ ഭീമമായിട്ടുള്ളൊരു എമൗണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പറയാം, എങ്ങനെയൊക്കെയാണ് എക്സ്ട്രാ ചിലവുകൾ നമുക്ക് മീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. വീട് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിൽ തുടങ്ങുന്നുണ്ട്. ചിലപ്പോൾ വീടിൻ്റെ പെർമിറ്റ് എഗ്രിമെൻറ്റിൽ പറയാത്ത കാര്യങ്ങളായിരിക്കാം, ചിലവർ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. എങ്കിലും ഇതിൽ ചില കാര്യങ്ങൾ എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളാണ്. അതും കൂടി ഞാനിതിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ ചില കാര്യങ്ങളാണ് പെർമിറ്റിൻ്റെ കാര്യം, വീടിൻ്റെ പെർമിറ്റ്, അപ്പോൾ തന്നെ വീടിൻ്റെ കംപ്ലീഷൻ. ഈ 2 പ്ലാനും നമുക്ക് വീട് പണിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. വീട് തുടങ്ങുന്നതിന് മുമ്പ് എടുക്കുന്ന പെർമിറ്റിന് വേണ്ടി കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ്, വില്ലേജിൻ്റെ കരമടയ്ക്കണം, പൊസഷൻ സർട്ടിഫിക്കറ്റ്, BTR, ഇത്തരം സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വില്ലേജിൽ നിന്നായിരിക്കുമല്ലോ അത് വാങ്ങുന്നത്. അപ്പോൾ അവിടെ ചെറിയ പൈസകളൊക്കെ നമുക്ക് അടയ്ക്കേണ്ട സാഹചര്യമുണ്ട്. വില്ലേജിൻ്റെ ആളെ ചിലപ്പോൾ വീട്ടിൽ സൈറ്റിൽ കൊണ്ട് കാണിക്കേണ്ട ലൊക്കേഷൻ പ്ലാനൊക്കെ വീട് ഹൗസിംഗ് ലോണിന് എടുക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ചിലവാകുന്ന പൈസകളാണ്. ഇത് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. വീടിൻ്റെ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് ഒരു 1500 സ്ക്വയർ ഫീറ്റൊക്കെ ആണെങ്കിൽ ഏകദേശം 7000 രൂപ പെർമിറ്റ് അടയ്ക്കണം. വീടിൻ്റെ കംപ്ലീഷൻ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ഒറ്റത്തവണ നികുതി എന്നും പറഞ്ഞിട്ട് ഒരു 10500 രൂപ വില്ലേജിൽ അടയ്ക്കേണ്ട സാഹചര്യമുണ്ട്.
പിന്നെ അപ്പോൾ തന്നെ കോർപ്പറേഷനിൽ നമുക്ക് പൈസ അടയ്ക്കേണ്ട സാഹചര്യമുണ്ട്. ഇതൊക്കെ വലിയൊരു എമൗണ്ട് അതിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ വീടിൻ്റെ കംപ്ലീഷൻ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഈ ചിലവും കൂടി മീറ്റ് ചെയ്യുക. അപ്പോൾ പെർമിറ്റ് കംപ്ലീഷനിൽ വരുന്ന എക്സ്ട്രാ ചിലവ്. രണ്ടാമത്തെ കാര്യം, കിണറില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഏകദേശം 10,000-ഓളം രൂപ വാട്ടർ അതോറിറ്റിയിൽ അടയ്ക്കണം. അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കെട്ടിയേക്കേണ്ടതായിട്ടും വരും. പിന്നെ കണക്ഷൻ എടുക്കേണ്ടിയിരുന്ന ചിലവ്, അതിൻ്റെ മീറ്റർ ചാർജ്, അതിൻ്റെ ചിലവ്, അതിൻ്റെ ലേബർ ചാർജ് അടക്കം അതിൻ്റെ ചിലവ് ഏകദേശം 16,000 രൂപ അതിന് വരുന്നുണ്ട്. അപ്പോൾ 16,000-ഓളം രൂപ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ, പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടി ചിലവാകുന്നുണ്ട്. വാട്ടർ അതോറിറ്റി കണക്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ കിണർ വെട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കിണർ വെട്ടണമെങ്കിൽ ചിലപ്പോൾ റിങ് ഇടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു 30,000-40,000 രൂപ ഒക്കെ ചിലപ്പോൾ മിനിമം നമുക്ക് അതിനും ചിലവാകാറുള്ള സാധ്യതയുണ്ട് കിണറിൻ്റെ പണി. പിന്നെ ചില സ്ഥലങ്ങളിൽ 2 ഭാഗത്ത് മാത്രമേ മതിലുണ്ടായിരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് മതിലിൻ്റെ പണി വരുന്നു, ഗേറ്റിൻ്റെ പണി അതിൻ്റെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ചിലപ്പോൾ എക്സ്ട്രാ മണ്ണ് അവസാനം കുഴിയുള്ള ഭാഗങ്ങളിൽ മണ്ണ് അടിക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ മണ്ണ് ഹൈറ്റ് ഉള്ള ഭാഗത്താണെങ്കിൽ മണ്ണ് മാറ്റേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിലവുകൾക്ക് ഇത് എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ ഏതെങ്കിലും ടെമ്പററി ഷെഡ് നമ്മുടെ പുരയിടത്തിലുണ്ടെങ്കിൽ അത് ചിലപ്പം പൊളിച്ച് മാറ്റേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോകണം, അത് വേസ്റ്റ് പൊളിക്കേണ്ട ചിലവ്, ഇതെല്ലാം എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, എവിടെന്നെങ്കിലും NOC എടുക്കേണ്ടി വരണമെങ്കിൽ അതിൻ്റെ ചിലവ്, ഫയർ NOCയോ അപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ NOC, അപ്പോൾ ഇതൊക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനും നമുക്ക് എക്സ്ട്രാ പൈസ മുടക്കേണ്ടതായിട്ട് വരും. വീട് പണി കഴിഞ്ഞതിന് ശേഷം, പാല് കാഴ്ച കഴിഞ്ഞതിന് ശേഷം വരുന്ന എക്സ്ട്രാ ചിലവുകളാണ്. വീടിന് മേറ്റ് വാങ്ങണം, വീടിൻ്റെ ഉപകരണങ്ങൾ വാങ്ങണം, വീടിന് ഫർണിച്ചർ വാങ്ങണം, വീടിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫിറ്റിങ്സ് വാങ്ങണം, സോളാറിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും, ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചിലപ്പം വാങ്ങേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ചില ചിലവുകൾ കൂടി വീട് പണിയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 5% മുതൽ 10% വരെ ചിലപ്പം ഡീവിയേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ പണിയിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെ കൂടെ ഇത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് പണി ചിലപ്പം പകുതി വഴിക്ക് ബുദ്ധിമുട്ടാവും. ഇല്ലെങ്കിൽ ഈ പൈസ കൂടി കടമാകേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ വീട് വയ്ക്കുമ്പോൾ വീട് പണിയുടെ കൂടെ തന്നെ അപ്രതീക്ഷിതമായിട്ട് മിസലേനിയസ് ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഇത്തരം ചിലവുകൾ കൂടി ഇതിൽ കൂടി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ലാൻഡ്സ്കേപ്പിൻ്റെ ചെടികളും ലാൻഡ്സ്കേപ്പിൻ്റെ പുല്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കും. ഇൻ്റർലോക്ക് ചെയ്യേണ്ട സ്ഥലം ഇൻ്റർലോക്ക് ചെയ്യേണ്ടതായിട്ട് സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ പുതിയതായിട്ട് വീട് വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ വേറെ ചില എക്സ്ട്രാ ചിലവുകൾ പിന്നത്തേതിൽ നമുക്ക് വരുവാൻ സാധ്യതയുണ്ട്. പിന്നെ വീട് വയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റോ അപ്രതീക്ഷിതമായിട്ടോ എന്തെങ്കിലും ചിലവോ യൂണിയൻകാർ അപ്രതീക്ഷിതമായിട്ട് വരുന്ന സാഹചര്യത്തിലോ എക്സ്ട്രാ പണിയുടെ എന്തെങ്കിലും ഡീവിയേഷൻ കൊണ്ടിട്ടോ പൊളിക്കേണ്ടി വന്ന് രണ്ടാമത് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിലോ പ്രകൃതിക്ഷോഭങ്ങളായ മഴയോ കാറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് വീടിന് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസകൾ, ഇതൊക്കെ നമ്മൾ കരുതി വേണം നമ്മൾ വീട് വയ്ക്കേണ്ടിയിരുന്നത്. ഇതെല്ലാം ഒരു വ്യക്തി വീട് വയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരേണ്ട കാര്യമാണ്. വീട് വച്ചതിന് ശേഷം ഒരു ബഡ്ജറ്റും ഫിക്സ് ചെയ്ത് ഒരു കോൺട്രാക്ടറും ഫിക്സ് ചെയ്ത് എല്ലാം വീട് വെച്ചതിന് ശേഷം പിന്നീട് എന്തെങ്കിലും, കാരണം അവർ മാക്സിമം പൈസ സ്വരൂപിച്ചിട്ടായിരിക്കും വീട് വയ്ക്കുന്നത്. പിന്നത്തേൽ 1 രൂപ പോലും അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെ ഈ ചിലവ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ വീട് പണി നിൽക്കും, ഇല്ലെങ്കിൽ വീട് പണി നിർത്തിയതിന് ശേഷം പഴയ വീട്ടിൽ താമസിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്രയും പൈസ നമുക്ക് നഷ്ടം വരികയും വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാതെയും വരും.